ഇറാൻ യുദ്ധം പുതിയ തലത്തിലേക്ക് മാറാനുള്ള എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി. കാരണം ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള അടി മാത്രവുമല്ല, ആയുധം വൻതോതിൽ സംഭരിച്ച് വെച്ചിരിക്കുകയാണ് ഇറാൻ എന്നുള്ളത്. അതിൻ്റെ വിഷ്വലുകളെല്ലാം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെല്ലാം അത് പ്രചരിക്കുന്നുണ്ട്. വൻ ആയുധ ശേഖരമാണ് ഇറാൻ്റെ പക്കലുള്ളത്. ഇനിയൊരു യുദ്ധം നടന്നാൽ അത് അതിരൂക്ഷമായിരിക്കും എന്നുള്ളതല്ലേ അതിൻ്റെ ലക്ഷണം? സംശയം വേണ്ട. ഇനി യുദ്ധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതുവരെ കണ്ടില്ലാത്ത ഒരു തലത്തിലേക്ക് അത് മാറും. അതിൻ്റെ ഏറ്റവും വലിയ അതായത് യുദ്ധത്തിൻ്റെ ഇപ്പോൾ ഇറാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി പഴയ രീതിയിലായിരിക്കില്ല യുദ്ധം എന്നുള്ളതാണ്. ഇറാൻ ഇതുവരെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് യുദ്ധം കൊണ്ടുപോയിരുന്നത്. ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിലായിരുന്നു. കാര്യം അവർ പറഞ്ഞത് ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു, അത് ഇത്രയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ യുദ്ധത്തിൻ്റെ രീതി മാറുകയും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ആദ്യമായിട്ട് നേരിടാൻ പോകുന്നത് GCC കൺട്രികളിലായിരിക്കും, അതായത് ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും. അതായത് UAE, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളായിരിക്കും. അമേരിക്ക അവിടെ നിന്ന് കടത്തുക എന്നുള്ളതാണ് അവരുടെ ആ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെ, അവരുടെ ഇറാൻ്റെ. അപ്പോൾ അത് ഇപ്പോൾ ഈ ട്രംപ് ഇപ്പം തന്നെ പിടിച്ചു വയ്ക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഒരു കാരണം. 2, ട്രംപ് കുഴഞ്ഞു എന്നുള്ളതാണ്, ട്രംപ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ട്രംപ് ഇന്നലെയും പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ നിന്ന് യുറേനിയം മാറ്റി അവിടെ നിന്ന് നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ അടങ്ങുകയുള്ളൂ, യാതൊരു കോംപ്രമൈസും ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു കാരണവശാലും ഇറാൻ ആ യുറേനിയം വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അഥവാ കൊടുത്തു കഴിഞ്ഞാൽ റഷ്യയിലേക്ക് മാറ്റാനായിട്ട് സമ്മതിക്കത്തുള്ളൂ. പിന്നെ 20 വർഷത്തേക്ക് വേണമെങ്കിലും, ഇപ്പോൾ ലോങ് ടേമിലേക്ക് വേണമെങ്കിലും സമ്പുഷ്ടീകരണം നിർത്തിവയ്ക്കാം എന്നവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പം വീണ്ടും ഡിപ്ലോമാറ്റിക് ചർച്ചകൾ, അതായത് നയതന്ത്ര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇപ്പോഴും ടെഹ്റാനിലുണ്ട്. അപ്പോൾ ഒരു വിദേശകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ടെഹ്റാനിലുണ്ട്. അപ്പോൾ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു 14 സംഗതികളിലൊക്കെ ഇപ്പോഴും ഒരു സാധ്യതകളാണ് കാണുന്നത്. കാരണം 2 രാജ്യങ്ങൾക്ക് ഇതിനകത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയേ പറ്റൂ. അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇറാനെ സംബന്ധിച്ച് ഇത് കിട്ടിയ അവസരമാണ്. ഇറാൻ ഇപ്പം ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഏതാണ്ട് അവരുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് അവരുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഇന്നലെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് 26 കപ്പലുകൾ ഞങ്ങൾ കടത്തി വിട്ടു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിയന്ത്രണം കയ്യിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇറാൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അവർക്കെതിരെയുള്ള ഈ അസറ്റ്സ് ഫ്രീസ് ചെയ്ത് ഒഴിവാക്കുക, ഇറാൻ പോർട്ടുകൾക്കെതിരെയുള്ള ഉപരോധം എടുത്തു നിൽക്കുക. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇപ്പോൾ ഇറാൻ്റെ തുറമുഖത്തിലേക്ക് ഒരു കപ്പലും എടുക്കുന്നില്ല. ഇറാൻ്റെ തുറമുഖത്ത് നിന്ന് കപ്പലുകൾ കയറ്റി അയക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇറാൻ നേരിടുന്നത്. അപ്പോൾ ഈ 2 സംഗതികളും 3 സംഗതികളാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള സംഗതി. ഒന്ന്, ഈ ഫ്രോസൺ അസറ്റ് റിലീസ് ചെയ്യുക. പിന്നെ 2, സാങ്ഷൻസ് എടുത്ത് മാറ്റുക. 3, ഈ ഒരു അതോറിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട്, ഇത് അംഗീകരിക്കുക. ഇതും 3ഉമാണ് ഇറാൻ്റെ ഡിമാൻഡ്. അതിന് പകരമായിട്ട് അവർ ചെയ്യാൻ സമ്മതിച്ചിരിക്കുന്നത് ഈ യുറേനിയം സമ്പുഷ്ടീകരണം ലോങ് ടേമിലേക്ക്, അത് 20 വർഷം വരെ വേണമെങ്കിലും അവർ അതിന് തയ്യാറായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ രീതിയിലൊരു അതുപോലെ തന്നെ തങ്ങളുടെ പ്രോക്സിക്കെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കുക, അതായത് ഇസ്രയേൽ ലെബനനിലേക്കെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഈ പശ്ചിമേഷ്യയിലൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഡിമാൻഡുകൾ വേറെയുണ്ട്. അവരുടെ ഇറാൻ്റെ യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുക, പിന്നെ ഇനി തങ്ങളെ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കുക, ഇങ്ങനെയുള്ള ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളതുണ്ട്. പക്ഷേ അതൊക്കെ എപ്പോഴും ഒരു നെഗോഷിയേഷനിൽ മാറുന്ന സംഗതികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അതേ സമയത്ത് യുദ്ധത്തിനും അതായത് വളരെ നേരിയ ഒരു എന്താ പറയുക ഒരവസ്ഥയിലാണ് യുദ്ധമില്ലാതിരിക്കുന്നതും യുദ്ധം തീരാനുള്ള സാധ്യതയും. അവിടെയാണ് ഇതിൻ്റെ ഒരു റിസ്ക് ഇരിക്കുന്നത്. യുദ്ധം തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇറാൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു അധോ ലോകം തന്നെയുണ്ട്. നമ്മളിവിടേക്ക് അധോ ലോകം എന്ന് പറയുന്നത് സാധാരണ ഈ ഗുണ്ടകളെയാണ്. ഇതല്ല, ഇത് ശരിക്കും ഇറാൻ്റെ ഒരു സമാന്തര ലോകം ഭൂഗർഭമായിട്ട് ഉണ്ട്. അവിടെയാണ് ഈ ഇറാൻ്റെ ഈ ആയുധശേഖരങ്ങൾ മുഴുവൻ ഇരിക്കുന്നത്. അതുമാത്രമല്ല, ഇവർ തുടക്കം മുതൽ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ അമേരിക്കയുടെ സകല അമ്മ്യൂണിഷൻസും
അവരുടെ കയ്യിലുള്ള വെടിക്കോപ്പ് മുഴുവൻ തീർന്നു. എങ്ങനെ? കാരണം ഈ ചീപ്പായി വളരെ വില കുറഞ്ഞ രീതിയിലുള്ള ഈ ഷഹീദ് മിസൈൽസ് അതെ അത് തുരുതുരായി അയച്ചു കൊടുത്തു. അത് വളരെ വീണാലും അപകടമാണ്, അതെ 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 മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഈ നിലവിലുണ്ടായിരുന്ന എല്ലാ വെടിക്കോപ്പുകളും ഈ അയൺ ഡോം സംവിധാനത്തിലുള്ള ഇസ്രയേലിനാണെങ്കിലും അമേരിക്കയുടെ ആണെങ്കിലും പാട്രിയോട്ട്. അത് തീർത്തു. അത് കഴിഞ്ഞിട്ട് അവർ സെക്കൻഡ് ലെവൽ ക്ലസ്റ്റർ ബോംബിങ്ങിൻ്റെ ടൈപ്പുള്ള സാധനം എടുത്തു. പിന്നീട് അതിഗംഭീരമായ പ്രഹരമാണ് ഇസ്രായേലിനേറ്റത്. ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങളുടെ പൂർണ്ണതയൊന്നും ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. അതും കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റേജിലേക്ക് അവർ പോയി. ഇപ്പോൾ ഇവിടെ എല്ലാം സംഭവിച്ചത് അമേരിക്കയുടെ കണക്കൂട്ടലുകൾ തെറ്റിയെന്നുള്ളത്. അമേരിക്ക വിചാരിച്ചു ഈ ഖമേനിയും ആ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും എല്ലാം കൊന്നു കഴിഞ്ഞാൽ ഈ തല വെട്ടുന്നതൊക്കെ ആയി പോവും. പിന്നെ ഞങ്ങൾക്ക് നേരെ പോയി ഈ മറ്റേ വെനിസ്വലയിൽ നിന്ന് മെഡൂറയെ പൊക്കി കണക്ക് അല്ലെ അവിടെ കയ്യേറി കണക്ക് നമുക്ക് നേരെ ഇങ്ങോട്ട് കയ്യേറി അവിടെ ചെന്ന് ഷായുടെ മകനെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ട് ഇറാനിലെ എണ്ണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ധാരണയായിരുന്നു ട്രംപിനുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്ന് തെറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരൊറ്റ പോയിന്റിൽ നിന്നിട്ട് ഈ അമേരിക്കയുടെ കണക്കൂട്ടൽ മുഴുവൻ തെറ്റുകയും ഇറാൻ്റെ സ്ട്രാറ്റജിക് വാറാണ്. ഇറാൻ വളരെ പരിമിതമായ റിസോഴ്സസ് വെച്ചിട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്തത്. 42 യുദ്ധവിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ അതൊരു വലിയ ആഭ്യന്തര വിഷയമായി മാറിയിരിക്കുക. $29 ബില്യൺ ഈ പിന്നെ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുമെന്ന് പറയുന്നു. എന്ത് നേടി എന്നുള്ള ചോദ്യമുണ്ട്, അതെ അല്ലേ? പണ്ട് ഇറാഖിന്നാണെങ്കിൽ എണ്ണയെങ്കിലും ഒന്നുമില്ല. ഇതെന്ത് നേടിയെന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ മുമ്പിൽ അമേരിക്ക ഒറ്റപ്പെട്ടു, വിശ്വാസ്യതയില്ലാത്ത രാജ്യമായി മാറി. അതിനുപരിയായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു സംഭവം, അതായത് ഇപ്പം ട്രംപിൻ്റെ വിസിറ്റിന് ശേഷം പുതിൻ ചൈനയിൽ നിന്നിട്ട് ഡീ ഡോളറൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇനിയുള്ള റഷ്യയും ചൈനയും തമ്മിലുള്ള കരാറെന്ന് പറയുന്നത് ഇനിയുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും വ്യാപാര ഇടപാടുകളും തങ്ങളുടെ ലോക്കൽ കറൻസി സെറ്റിൽമെൻറ്റ് LCS എന്ന് പറയുന്നത് ലോക്കൽ കറൻസി സെറ്റിൽമെൻറ്റിലാക്കുക എന്നുള്ള സംബന്ധിച്ചുള്ള കരാറിൽ ഒപ്പിട്ടു. അപ്പോൾ നമ്മൾ ഇന്ത്യ UAE നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. UAE ആയിട്ട് നമ്മൾ കരാറുണ്ടാക്കി. അത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലാണ് നമ്മൾ അങ്ങോട്ട് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ബ്രിക്സ് രാജ്യങ്ങൾ തങ്ങളുടേതായ കറൻസിയിലേക്ക് വ്യാപാരം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം. ഇറാനെ സംബന്ധിച്ചിട്ട് അവർക്കൊരു വലിയ നേട്ടങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, ഈ കാര്യം അവർ ഈ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തിരുന്നതാണ്. കഴിഞ്ഞ 45 വർഷത്തെ തയ്യാറെടുപ്പാണ് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവർ ഈ ഒരു അധോ ലോകം സൃഷ്ടിച്ചിട്ട് ആയുധങ്ങളെല്ലാം അവിടെ ശേഖരിച്ചതും നൂതന ആയുധങ്ങൾ ഉണ്ടാക്കിയതും റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടുകൂടി ഇൻ്റലിജൻസും അതേപോലെ തന്നെ മറ്റ് ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള സംഗതികളും ഒക്കെ ശേഖരിച്ചിട്ട് ഈ യുദ്ധത്തെ നേരിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പം ട്രംപിന് ഇതിനകത്ത് നിന്ന് എങ്ങനെ ഊരി മാറാം, അതേപോലെ ഇറാനെ സംബന്ധിച്ചിട്ട് അവർക്ക് എങ്ങനെ ഈ നാശത്തിൽ നിന്ന് കരകയറാം. അതിൻ്റെ ആദ്യത്തെ പടി അവർ വിജയിച്ച് നിൽക്കുകയാണ്. കാര്യം ഇറാൻ്റെ ഉപാധികൾക്ക് അമേരിക്ക കീഴടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് യുദ്ധം എത്തിച്ചു എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ ട്രംപ് നേരിടുന്ന വലിയ വെല്ലുവിളിയുണ്ട്. കാര്യം നെതന്യാഹു അടങ്ങുന്നില്ല. നെതന്യാഹുവിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അമേരിക്കയെ നിയന്ത്രിക്കുന്ന മുഴുവൻ ഏതാനും ജൂതന്മാരാണ് നിയന്ത്രിക്കുന്നത്, അമേരിക്കൻ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആഭ്യന്തര വിഷയങ്ങളും ഇനി നവംബറിൽ വരാൻ പോകുന്ന മിഡ് ടേം പോൾസും ഇതെല്ലാം ട്രംപിനെ ബുദ്ധിമുട്ടിലാക്കുക. അതുപോലെ ഇൻഫ്ലേഷൻ, അവിടെ വന്നിരിക്കുന്ന സാധനങ്ങളുടെ വിലക്കയറ്റം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് അമേരിക്ക ഇതിനകത്ത് പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു സന്ധിയിലേക്ക് മിക്കവാറും ഒരു യുദ്ധം സാധ്യത വളരെ കുറവാണ്. പക്ഷെ അതേ സമയത്ത് ഏത് നിമിഷവും ഒരു ചെറിയ സ്പാർക്കിൽ പൊട്ടിത്തെറിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് നിൽക്കുകയും ചെയ്യുകയാണ്. കാര്യം യുദ്ധം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നാശത്തിൻ്റെ തലത്തിലേക്ക് പോവുകയും അതിൻ്റെ ഒരു ഉദാഹരണമാണ് UAEയുടെ ബറാക്കയിലുള്ള അണുനിലയത്തിന് നേരെ ഒരു 3 ഡ്രോൺ അയച്ചു, ഒരു ജനറേറ്റർ തകർത്തു. അതൊരു സൂചനയാണ്. കാര്യം ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ റിയാക്ടർ, അതായത് അണുവിസ്ഫോടനം ഉണ്ടാകുന്ന, അണുവികരണം ഉണ്ടാകുന്ന ആക്രമണം ഉണ്ടാകും. ലോകത്തിനൊരു മുന്നറിയിപ്പ് നൽകുകയാണ്, ഒരു സൂചനയാണ്. അത് ഇറാൻ ചെയ്യുകയും ചെയ്യും. ഇറാൻ പറഞ്ഞതെല്ലാം ചെയ്തു. ഇനി അത് അവർ ആ രീതിയിൽ ചെയ്യുകയും ചെയ്യും. അവരുടെ കൈവശമുള്ള പുതിയ ആയുധങ്ങൾ അവർ പ്രയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അത് മിക്കവാറും അതിലേക്ക് പോകാതെ അത് അമേരിക്കയ്ക്കും ലോകരാഷ്ട്രങ്ങൾക്കും എല്ലാം തന്നെ തിരിച്ചറിയുന്നുണ്ട് സാധനം. അതുണ്ടാവാതെ മിക്കവാറും ഒരു ഉപാധിയിലെ ഒരു ഉടമ്പടിയിലേക്ക് പോകും എന്ന് തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാം.
നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്. നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ടവർ ഉറപ്പായും അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്.